നമ്മുടെ പ്രതിനിധികളായ പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഇംതിയാസ് കരീമും വിവിധ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം പ്രദീപിലേക്ക് പോകാം. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. മഴ എങ്ങനെയുണ്ട്? മധ്യ കേരളത്തിൽ മഴ കുറച്ച് ശക്തിയായി തന്നെ പെയ്യുന്നു പല സ്ഥലങ്ങളിലും, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. രാവിലെ ഓണക്കാലമൊക്കെ ആയതുകൊണ്ട് എന്തായിരുന്നാലും ഓണമൊക്കെ പറഞ്ഞാൽ കുളവാകുമോ എന്നറിയില്ല. പൂവിൽപ്പനയൊക്കെ തിരുതകൃതിയെ നടക്കേണ്ട ദിവസങ്ങളാണ്. നല്ല മഴയാണ് എറണാകുളം നഗരത്തിൽ പെയ്യുന്നത്. നഗരത്തിൽ മാത്രമല്ല, ഉൾപ്രദേശങ്ങളിലും, അതായത് അങ്കമാലിയിലായിരുന്നാലും കോതമംഗലത്തായിരുന്നാലും കൂത്താട്ടുകുളം മേഖലയിലായിരുന്നാലും ഒക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. രാത്രിയിലും ഈ പറഞ്ഞ പോലെ പലയിടങ്ങളിലും നല്ല മഴയായിരുന്നു. ഫോർട്ട് കൊച്ചി മേഖലയിൽ നേരം പുലർന്നതിന് ശേഷം ശക്തമായ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ചെറിയ കാറ്റും ഫോർട്ട് കൊച്ചി മേഖലയിലുണ്ട്. ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നഗരത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ജില്ലയിൽ പലയിടങ്ങളിൽ മാറി മാറി ശക്തമായ തോതിൽ മഴ പെയ്യുന്നു. നേരിയ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം മധ്യകേരളത്തിൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണിന്ന് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ സാമാന്യം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ ഒക്കെ മത്സ്യബന്ധനത്തിന് നിരോധനവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരിടത്തും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മരം ഒടിഞ്ഞു വീഴുക അത്തരം അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. രാത്രികാലങ്ങളിലും സാമാന്യം ശക്തമായ മഴയുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി ഇന്ന് വീണ്ടും മഴ കടുത്തേക്കും എന്നാണ് കാലാവസ്ഥാ സൂചനകൾ ഉള്ളത്. ശരി പ്രദീപ്, ഏതായാലും കാലാവസ്ഥാ സൂചനകൾ അനുസരിച്ച് മഴ കടുത്തേക്കും ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക. ഇംതിയാസിനോട് ചോദിക്കാം. നമുക്ക് കോഴിക്കോട് നിന്ന് ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഓണം ഇങ്ങ് വന്നു. ഓണത്തിന്റെ ആഘോഷത്തിലാണ് മലയാളികൾ. അതിനിടയിൽ ഈ കാലാവസ്ഥ കൂടി ഇപ്പടി നമ്മളോട് കാണിക്കേണ്ടായിരുന്നു, അല്ലേ? എങ്ങനെയുണ്ട് അവിടുത്തെ മഴ? മോത്തി, തീർച്ചയായിട്ടും ഓണത്തിനിടയ്ക്ക് മഴ എന്നൊക്കെ പറയേണ്ടി വരും. വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കാര്യമായ രീതിയിൽ മഴ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇന്നലെ ഉച്ചയോടെയൊക്കെ തുടങ്ങിയ ശക്തമായ മഴ അത് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. മലയോര മേഖലയിലും കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഓണത്തിനിടയ്ക്ക് നമുക്ക് ചില സങ്കട വാർത്തകൾ കൂടെ ഈ മഴ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ കോഴിക്കോട് തോട്ടുമുക്കത്തെ ഒരു 71 വയസ്സുള്ള മറിയാമ്മ എന്ന സ്ത്രീയുടെ വീടിൻ്റെ മേൽക്കൂര ഒന്നാകെ തകർന്നു വീണു. കനത്ത മഴയെ തുടർന്നാണ് അത് വീണത്. അവിടെ മറിയാമ്മ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശബ്ദം കേട്ട് മറിയാമ്മ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു പരിക്കും ഏറ്റില്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും മറിയാമ്മയുടെ പുരയിടം പൂർണ്ണമായും തകർന്നു എന്ന് വേണം പറയാൻ. അടുത്ത വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രശ്നം ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റു മഴ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ മരം വീഴലോ തുടങ്ങിയ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോഴിക്കോടിൻ്റെ സമീപ ജില്ലകളിലും മഴ ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. നേരിയ തോതിൽ മഴ തോരുകയും പിന്നീട് നേരിയ തോതിൽ ചെറിയ തോതിലേക്ക് പെയ്യുകയും പിന്നെ മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും ശക്തമായി മഴ പെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു കാറ്റോ മറ്റു അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാവുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അത് ഭാഗ്യമായി കരുതുകയും ചെയ്യാം. തീർച്ചയായിട്ടും ആശങ്കപ്പെടാനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇംതിയാസും പ്രദീപ് ജോസഫുമാണ് വിശദവിവരങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. മഴ അത് മഞ്ഞ മുന്നറിയിപ്പാണ് ഉള്ളത് എങ്കിലും ശക്തമായ മഴ പല സ്ഥലത്തും പെയ്യുന്നുണ്ട്.